Hi viewers, today we are discussing the subject Labour Law and Industrial Relation of BBA S5 under Kerala University and myself Mary Netto, Assistant Professor from BBA Department, Don Bosco College, Kottayam. Today we are discussing the topic Prevention of Industrial Disputes. In that, the following measures can be avoid industrial dispute. In the few sessions we are discussing this topic, that is how to avoid industrial dispute. So we already discussed the topic model standing orders, code of industrial discipline, grievance procedure, collective bargaining, and works committee. So today we are discussing Joint Management Council, Suggestion Scheme, Joint Consultative Machinery, Tripartite Body and the Labour Welfare Officer. So let's see what are the other points regarding this. So Joint Management Council. These council were set up in 1958 consequent upon the acceptance of socialist pattern of society. So these consist of equal representatives of management and workers and not exceeding 12 at the plant level in the selected industrial units, and the unit should employ at least 500 workers, and it should have a well established and strong central organization of employees union and should have a record of good industrial relation. ഇപ്പോൾ ഒരു ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ അല്ലേ, അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. മോഡൽ സ്റ്റാൻഡിങ് ഓവേഴ്സ്, ഗ്രീവൻസ് പ്രൊസീജിയർ, കളക്റ്റീവ് ബാർഗൈനിങ്, വർക്ക്സ് കമ്മിറ്റി, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നൗ വി ആർ ഡിസ്കസിങ് ദ അതർ ടോപ്പിക് ദാറ്റ് ഇസ് ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ. അപ്പം ഈ ഒരു കൗൺസിൽ വന്നത് 1948 അല്ലേ. നമ്മുടെ ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റിയുടെ ഭാഗമായിട്ട് 1958 ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ രൂപം ചെയ്തത്. ആൻഡ് ഇതിനകത്ത് ആരൊക്കെ ഉണ്ടാവണം? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഈക്വൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. അപ്പം ഒരു ഓർഗനൈസേഷനിൽ 100 വർക്കേഴ്സാണ് ഉണ്ടായെങ്കിൽ ഈ ഒരു കമ്മിറ്റിയിലേക്ക് 10 പേര് വർക്കേഴ്സിൽ വന്നാൽ 10 പേര് മാനേജ്മെൻറ്റിൽ നിന്നും ഉണ്ടാകണം. ആൻഡ് നോട്ട് എക്സീഡിങ് 12 അറ്റ് ദി പ്ലാന്റ് ലെവൽ ഇൻ എ സെലക്റ്റഡ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൽ പ്ലാന്റ് ലെവൽ, അതായത് ഒരു പ്ലാന്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ 12 പേരിൽ കുറയാതെ ആ ഇൻഡസ്ട്രിയൽ യൂണിറ്റിൽ നിന്ന് ഉണ്ടായിരിക്കണം. ആൻഡ് ദ യൂണിറ്റ് ഷുഡ് എംപ്ലോയ് അറ്റ്ലീസ്റ്റ് 500 workers and should have a well established and strong central organization of employees union. ഇനി ഇത് കൂടാതെ 500 പേരിൽ ഇല്ലേ, അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ 500 അത് അധികം ആൾക്കാരുണ്ടെങ്കിൽ അവിടെ അവർക്ക് എന്തുണ്ടാവണം? എംപ്ലോയീസിനൊരു യൂണിയൻ ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ. അപ്പോൾ ഒരു കൗൺസിൽ എന്ന് പറഞ്ഞാൽ ആരൊക്കെ അടങ്ങണം? ഈക്വൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. അവിടെ പിന്നെ നോട്ട് എക്സീഡിങ് 12 അറ്റ് ദി പ്ലാന്റ് ലെവൽ വർക്കർ. പിന്നെ അതുപോലെ 500 ഓർ മോർ വർക്കേഴ്സ് ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ഒരു എംപ്ലോയി യൂണിയൻസ് ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ ഇത്രയും പേര് അടങ്ങുന്ന ആ സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ. ഫസ്റ്റ് is the council is to be consulted by management before introducing changes in the modes of production schedule, general administration, problems, etc. അപ്പോൾ ഈ കൗൺസിലിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ ഇല്ലേ, ഈ കൗൺസിലിൽ ഇത്രയും പേരുണ്ടെങ്കിൽ ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഇല്ലേ? ഈ കൗൺസിലിൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ്? ഒന്ന് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, പിന്നെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഈ കൗൺസിൽ ആരുമായിട്ട് കൺസൾട്ട് ചെയ്യണം? മാനേജ്മെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിരിക്കണം. സെക്കൻഡ് ഇസ് the council is to receive information, discuss and give suggestions on general economic situations, that is state of market, production and marketing program, organization and general functions of the concern, methods of production and work, balance sheet and P&L account, long-term capital, budgeting, plans for expansion, modernization and development, etc. അപ്പോൾ പിന്നെ ഈ കൗൺസിലിൻ്റെ രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും
ഡിസ്കസ് ചെയ്യുക, അതിന് നല്ല സജഷൻസ് കൊടുക്കുക. അപ്പം ഇൻഫർമേഷൻസ് ഇവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ആവട്ടെ, എന്തെങ്കിലും ഐഡിയ ജനറേഷൻ ആവട്ടെ, അപ്പോൾ ഇതിനെല്ലാം അവർ എന്തിനാണ് ഡിസ്കസ് ചെയ്യുക, അതിന് നല്ലൊരു സജഷൻസ് മാനേജ്മെൻറ്റിന് കൊടുക്കുക. അപ്പോൾ എന്തൊക്കെ ആവാം, ചിലപ്പോൾ എക്കണോമിക് സിറ്റുവേഷൻസ് ആകാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മാർക്കറ്റ് ആവാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ തന്നെ ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ ആകാം, അല്ലെങ്കിൽ കമ്പനി വീണ്ടും എക്സ്പാൻഡ് ചെയ്യുന്നു, മോഡേണൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കമ്പനി ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ കൗൺസിൽ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് നല്ല സജഷൻസ് മാനേജ്മെൻറ്റിന് നൽകുക. And the third is, the council is to take up accident prevention, management of canteen, water, meals, safety, issue and revision of work rules, avoidance of waste time and material, absenteeism, indiscipline, training, etc. ഇതുകൂടാതെ ഇവർ ചർച്ച ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്, ആക്സിഡൻറ്റ് പ്രിവെൻഷൻ്റെ, ഇപ്പോൾ കെമിക്കൽ ഫാക്ടറീസോ അല്ലെങ്കിൽ ഒത്തിരി പ്രൊഡക്ഷൻ യൂണിറ്റ്സൊക്കെ ഉള്ള ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ആക്സിഡൻറ്റ്സിന് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, സേഫ്റ്റി മെഷേഴ്സ് കൊടുക്കണോ അല്ലെങ്കിൽ നല്ല ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കണോ, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. പിന്നെ മാനേജ്മെൻറ്റ് ഓഫ് ക്യാൻറ്റീൻ, വാട്ടർ, മീൽസ് ഇല്ലേ, പിന്നെ അതുപോലെ തന്നെ എന്താണ് അവർക്കായിട്ടുള്ള ക്യാൻറ്റീൻ ഫെസിലിറ്റി, അവർക്ക് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി, പിന്നെ അവർക്കുള്ള മീൽസ്, ഉച്ചക്കത്തെ ഭക്ഷണം, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം എത്തുക. പിന്നെ സേഫ്റ്റി ഇഷ്യൂസ്, പിന്നെ അതുപോലെ റിവിഷൻ ഓഫ് വർക്ക് റൂൾ, അവരുടെ ജോലിയിൽ ദൈനംദിന ജോലിയിൽ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരണോ, പിന്നെ അതുപോലെ അവോയ്ഡൻസ് ഓഫ് വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് മെറ്റീരിയൽ. ഇനി അതുപോലെ തന്നെ ഒരു വർക്കർ, ഒരു ഇന്ത്യൻ വർക്കറിനെ സംബന്ധിച്ചുള്ള 8 മണിക്കൂർ അയാൾ വർക്ക് ചെയ്തിരിക്കണം. അപ്പോൾ അനാവശ്യമായിട്ട് ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വേസ്റ്റ് ചെയ്യുന്നുണ്ടോ. പിന്നെ ആബ്സെൻറ്റീസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, മനഃപൂർവ്വമായി ഇൻഡസ്ട്രിയിൽ വരാതിരിക്കുക, അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ, ട്രെയിനിങ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ ഈ കൗൺസിൽ എന്ത് ചെയ്യണം, ഒരു തീരുമാനം എടുത്ത്, അതായത് ഡിസ്കസ് ചെയ്ത് നല്ല സജഷൻസ് കൊണ്ടുവരിക. Thus, the council is entrusted with the responsibility of administering welfare measures or supervision of safety and health scheme, vocational training, apprenticeship scheme, scheduling of working hours, breaks and holidays, and reward for suggestions. അങ്ങനെയാണെങ്കിൽ ഈ കൗൺസിലിന് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞത് കൂടാതെ, അല്ലെങ്കിൽ വെൽഫെയർ മെഷേഴ്സിനെ പറ്റി, ട്രെയിനിങ്ങിനെ പറ്റി, അല്ലെങ്കിൽ അവരുടെ ബ്രേക്ക് ആൻഡ് ഹോളിഡേയ്സ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഹെൽത്തി സ്കീം, സേഫ്റ്റി ആൻഡ് ഹെൽത്തി സ്കീം, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിലെല്ലാം തന്നെ എന്താണ് നല്ല നല്ല സജഷൻസ് ഈ കൗൺസിലിന് തീരുമാനിക്കാം. ഇപ്പോൾ ഒരു ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, മാനേജ്മെൻറ്റിൻ്റെ വർക്കേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിനെയാണ് നമ്മൾ ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. ഈ കൗൺസിലിന് ഒരു ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഇൻഫർമേഷൻസിനും കളക്ട് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, അതിനുള്ള സജഷൻസ് ടോപ്പ് അതോറിറ്റിക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഒരു നല്ല ഇൻഡസ്ട്രിയൽ റിലേഷൻ അല്ലെങ്കിൽ ഒരു നല്ല ഹാർമോണിയസ് ആൻഡ് പീസ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ ഈ ജോയിൻറ്റ് മാനേജ്മെൻറ്റ് കൗൺസിലിന് കഴിയും. I think you are clear with what is Joint Management Council, what are the functions of Joint Management Council. Next is suggestion scheme. So under the system, workers are invited and encouraged to offer suggestions for improving the working of the enterprise. So a suggestion box installed in the organization. So any worker can write his suggestion and put it into the box. Periodically, all the suggestions are scrutinized by the suggestion committee. So good suggestions are accepted for implementation and suitable rewards are given to the concerned worker. So this encourages the workers' interest in the functioning of the enterprise. ഇപ്പോൾ ഒരു സജഷൻ സ്കീം നമുക്ക് ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, നമ്മളിപ്പം ചില ഓർഗനൈസേഷനിൽ ചെല്ലുമ്പം, അല്ലെങ്കിൽ നമ്മൾ ഈവൻ വലിയ തുണിക്കടകളിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ എന്താണ് സജഷൻ ബോക്സ്, സജഷൻ സ്കീം, സജഷൻ ബോക്സ് വെച്ചിട്ടുണ്ട്. ഈവൻ നമ്മുടെ കോളേജിലുണ്ടല്ലേ, ഓഫീസിൽ ചെന്ന ഒരു സജഷൻ ബോക്സ് ഉണ്ടല്ലേ, ഇടയ്ക്ക് ഫ്രീക്വൻ്റായിട്ട് ഫാദർ അനൗൺസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇല്ലേ നമ്മുടെ വർക്കിംഗ് കണ്ടീഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാനുണ്ട്, അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ എഴുതിയിടാം. നമ്മൾ പേര് തന്നെ വെക്കണമെന്നില്ല. അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യും, കോളേജിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്.
അപ്പോൾ അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടർ നോക്കുകയാണെങ്കിൽ വർക്കേഴ്സിന് എന്താണ് അവരുടെ സജഷൻസ്. ഇപ്പോൾ ഒരു 500 1000 പേര് വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ മാനേജേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് അതോറിറ്റിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇവരൊന്നും മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സജഷൻ സ്കീമുകൾ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സജഷൻ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സിന് തൻ്റെ സജഷൻസ് ആരെ അറിയിക്കാം, മാനേജ്മെൻറ്റിനെ അറിയിക്കാം. അപ്പോൾ വർക്കേഴ്സ് ചെയ്യേണ്ട എന്താണ്, എന്തെങ്കിലുമൊക്കെ എഴുതി ആ ബോക്സ്, പേര് വെക്കണമെന്നില്ല, നല്ല ഐഡിയാസോ സജഷൻസോ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി ആ ബോക്സിൽ ഇടാം. അപ്പോൾ ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു സ്ക്രൂട്ടനൈസിങ് ഇല്ലേ, ഇപ്പോൾ എല്ലാ ദിവസവും ഒന്നും സജഷൻ ബോക്സ് ഓപ്പൺ ചെയ്യത്തില്ല, ചിലപ്പം മന്ത്ലി വൺസോ അല്ലെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ട്വൈസോ ഒക്കെ നമ്മൾ ഒരു കമ്മിറ്റിയുണ്ട് ഈ സജഷൻ എടുത്ത് വായിക്കാനായിട്ടൊരു കമ്മിറ്റി ഫോം ചെയ്ത് അവരെന്ത് ചെയ്യണം, ഇതിനെ എടുത്തൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യുക, അതായത് സൂക്ഷ്മ പരിശോധന നടത്തുക. എന്നിട്ട് അതിൽ നല്ല സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇൻ കേസ് അതിൽ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സജഷൻ ആണെങ്കിൽ അദ്ദേഹത്തിനൊരു റിവാർഡ്, അത് മോണിറ്ററി ബെനിഫിറ്റോ നോൺ മോണിറ്ററി ബെനിഫിറ്റ് ആയിട്ടുള്ള റിവാർഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു സജഷൻ സ്കീം എന്തിനു വേണ്ടിയിട്ടാണ്, വർക്കേഴ്സിനെ എൻകറേജ് ചെയ്യാൻ. അതായത് എൻ്റർപ്രൈസിൽ ഞാനെന്ന് പറയുന്നൊരു വർക്കറിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡിയയും ആ ഇൻഡസ്ട്രി പരിഗണിച്ചു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ അവർക്കൊരു മൊറൈൽ അല്ലേ, ജോലി ചെയ്യാനൊരു ആത്മവീര്യം അവിടെ ഉണ്ടാകുന്നത്. അതിനു വേണ്ടിയാണ് ഈ സജഷൻ സ്കീം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഞാൻ ക്ലിയർ വിത്ത് ദി പോയിന്റ് സജഷൻ സ്കീം. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ജോയിൻറ്റ് കൺസൾട്ടേറ്റീവ് മെഷീനറി. So service condition in the government sector are dealt with National Council, that is Central Government Employee, and the Departmental Council and Regional or Office Council. ഇപ്പോൾ ഒരു ജോയിൻറ്റ് കൺസൾട്ടേറ്റീവ് മെഷീനറി എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലേ ഒരു കണ്ടീഷൻസ്, അതായത് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ കൗൺസിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ട്, പിന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ കൗൺസിൽ, റീജിയണൽ കൗൺസിൽ, ഓഫീസ് അപ്പോൾ ഇങ്ങനെയുള്ള കൗൺസിലുകൾ, അതായത് എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ചർച്ച ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കൺസൾട്ടേറ്റീവ് മെഷീനറിയാണ് ജോയിൻറ്റ് കൺസൾട്ടേറ്റീവ് മെഷീനറി. അപ്പോൾ ഇതിനകത്ത് ഓരോ സെക്ടേഴ്സ് ഇല്ലേ, അതായത് പറയുന്നത് എന്താണ്, ഗവൺമെൻറ് സെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ കൗൺസിലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഓഫീസ് കൗൺസിൽ, റീജിയണൽ വൈസ്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കൗൺസിലിനെ അവർ തരം തിരിച്ചിരിക്കുന്നത്. സോ വി ഗോ ഫോർ അതർ പോയിന്റ്. The next is tripartite bodies. That is, several tripartite bodies have been constituted at the central and state level. That is, Indian Labour Conference, Standing Labour Committee, Wage Boards and Industrial Committees are operate at the center. At the state level, State Labour Advisory Board have set up. And all these bodies play an important role in reaching an agreement on various labor matters. So, the recommendations of these bodies are advisory in nature but carry a great weightage on employers, trade unions and the government. So, all these bodies constitute the consultative machinery for the private sector. ഇപ്പോൾ ട്രൈപാർട്ടി ബോഡി, ട്രൈ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, 3 പാർട്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. സോ Tripartite body has been constituted at the central and state government. അപ്പോൾ ഈ ട്രൈപാർട്ടി ബോഡി എവിടെയാണ് രൂപീകരിച്ചിരിക്കുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റിലും അല്ലെങ്കിൽ സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലുമാണ്. അതിൽ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലേബർ കോൺഫറൻസ്, പിന്നെ സ്റ്റാൻഡിംഗ് ലേബർ കമ്മിറ്റി, വേജ് ബോർഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ കമ്മിറ്റി. അപ്പോൾ സെൻട്രലിലാണെങ്കിൽ ഈ ആൾക്കാരൊക്കെയാണ്, അതായത് ഇന്ത്യൻ ലേബർ കോൺഫറൻസും സ്റ്റാൻഡിംഗ് ലേബർ കമ്മിറ്റിയും ഉണ്ട്, പിന്നെ വേജ് ബോർഡുണ്ട്, ഇൻഡസ്ട്രിയൽ കമ്മിറ്റി. ഇവർ ഇത്രയും പേരാണ് സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റേറ്റിൽ എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റേറ്റ് ലേബർ അഡ്വൈസറി ബോർഡ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോഡീസിനെ എല്ലാം ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു അഡ്വൈസിങ്, അതായത് ലേബേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഡ്വൈസിന് വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റീസിനെ എല്ലാം നമ്മൾ അല്ലെങ്കിൽ ഈ ബോഡീസിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദീസ് ബോഡീസ് ആർ അഡ്വൈസറി. അപ്പോൾ ഈ ബോഡീസ് തരുന്ന അല്ലെങ്കിൽ ലേബേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ തരുന്ന ചില അഡ്വൈസ് ഇല്ലേ, അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളെ ഒരു അഡ്വൈസായിട്ടാണ് ഗവൺമെൻറ് കാണുന്നത്. ആൻഡ് ക്യാരി എ ഗ്രേറ്റ് വെയിറ്റേജ്. അങ്ങനെയാണെങ്കിൽ ഇതിന് അവർ പറയുന്ന റെക്കമെൻഡേഷൻ അനുസരിച്ച് ഒരു വെയിറ്റേജ് കൊടുക്കാറുണ്ട്. ആരൊക്കെയാണ്, എംപ്ലോയേഴ്സ്, ട്രേഡ് യൂണിയൻസ്, ഗവൺമെൻറ്. അപ്പം ഇവർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രയോറിറ്റി ഉണ്ട് ഇല്ലേ, അല്ലെങ്കിൽ അവരുടെ അഡ്വൈസ് ഈ പറഞ്ഞ ഗവൺമെൻറ്റും ട്രേഡ് യൂണിയൻസും എംപ്ലോയറൊക്കെ സ്വീകരിക്കാറുണ്ട്.
സോ ഓൾ ദീസ് ബോഡീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഒരു കൺസൾട്ടേറ്റീവ് മെഷീനറി. അപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടർ എടുത്താലും പബ്ലിക് സെക്ടറൊക്കെ എടുത്താലും ഇങ്ങനെയുള്ള കൺസൾട്ടേറ്റീവ് ബോഡീസിൻ്റെ കയ്യിൽ നിന്ന് റെക്കമെൻഡേഷൻ കിട്ടിയാൽ അതിനൊരു വെയിറ്റേജ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പരിഗണിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലുമൊക്കെ പോളിസി ഡിസിഷൻസ് അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രൈ പാർട്ടി ബോഡി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ദേ ആർ ദി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ റീച്ചിങ് ആൻ എഗ്രിമെൻറ്റ് ഓൺ വേരിയസ് ലേബർ മാറ്റേഴ്സ്. അപ്പം എംപ്ലോയീസായിട്ട് ബന്ധപ്പെട്ട മാറ്റേഴ്സ് മാത്രമാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് അവർ എന്താണ് ചില ഉപദേശങ്ങൾ ആർക്കൊക്കെയാണ്, എംപ്ലോയേഴ്സിനും ട്രേഡ് യൂണിയൻസിനും ഗവൺമെൻറ്റും തരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ 3 പാർട്ടിക്കാർക്കും എന്ത് ചെയ്യാം, ഈ റെക്കമെൻഡേഷൻസ് ഉൾക്കൊണ്ട് അവർ പറയുന്ന രീതിയിൽ ആ പോളിസി മേക്കപ്പ് ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് ഈസ് ലേബർ വെൽഫെയർ ഓഫീസർ. So the Factories Act 1948 provides for the appointment of a labor officer in every factory employing 50 or more workers. So the officer looks after all facilities in the factory provided for the health, safety and welfare of workers, and he keeps liaison between both the employer and the workers and serve as a communication link. And so he may contribute towards healthy industrial relations through proper administration of standing orders, grievance procedure and all. ഇപ്പോൾ ഒരു ലേബർ വെൽഫെയർ ഓഫീസർ ഇല്ലേ, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരം 50 അതിൽ കൂടുതൽ വർക്കേഴ്സോ ജോലി ചെയ്യുന്നൊരു ഫാക്ടറിയിൽ ഒരു ലേബർ വെൽഫെയർ ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത്, സേഫ്റ്റി, വെൽഫെയർ ഇല്ലേ, വർക്കേഴ്സിൻ്റെ ഈ 3 കാര്യങ്ങളെ പറ്റി കൂടുതൽ പഠിക്കുക, അല്ലെങ്കിൽ വർക്കേഴ്സിന് അതിനുവേണ്ടി കൂടിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ആൻഡ് സോ ഹി ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് ദ വർക്കർ. ഇനി എംപ്ലോയറും വർക്കറുടെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു ഏജൻ്റായിട്ട് സംസാരിക്കുന്ന വ്യക്തി ആയിരിക്കണം ലേബർ വെൽഫെയർ ഓഫീസർ. ആൻഡ് സെർവ് ആസ് എ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്, അതായത് എംപ്ലോയറുടെ കയ്യിൽ നിന്ന് തൻ്റെ അവകാശങ്ങൾ എംപ്ലോയിക്ക് വാങ്ങിച്ചു കൊടുക്കുക, അതുപോലെ എംപ്ലോയിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ എംപ്ലോയറെ അറിയിക്കുക. ഇത് രണ്ടും ചെയ്യേണ്ടത് ആരാണ്, ഒരു ലേബർ വെൽഫെയർ ഓഫീസറാണ്. അതോടൊപ്പം ഹി മേ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ഹെൽത്തി ഇൻഡസ്ട്രി റിലേഷൻ. അപ്പോൾ ഒരു നല്ല അഡ്മിനിസ്ട്രേഷൻ അല്ലേ, നല്ലൊരു മേൽനോട്ടത്തിലൂടെ, അതായത് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന സ്റ്റാൻഡിങ് ഓർഡേഴ്സിലൂടെ അല്ലെങ്കിൽ അവരുടെ പരാതികൾ പരിഹരിക്കുന്നതിലൂടെയൊക്കെ എന്ത് ചെയ്യാം, ഇൻഡസ്ട്രിയിൽ ഹെൽത്തി ആയിട്ടൊരു ഇൻഡസ്ട്രി റിലേഷൻ കൊണ്ടുവരേണ്ട ജോലി ലേബർ വെൽഫെയർ ഓഫീസർക്കുള്ളതാണ്. സോ ഹി ലുക്ക് ആഫ്റ്റർ ഓൾ ഫെസിലിറ്റീസ് ഇൻ ദ ഫാക്ടറി. അപ്പം ഒരു ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ഫെസിലിറ്റി, വർക്കേഴ്സിന് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റികളെ പറ്റിയും പഠിച്ച് അത് വർക്കേഴ്സിന് അതിൻ്റേതായ രീതിയിൽ ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഒരു ലേബർ വെൽഫെയർ ഓഫീസർക്കുള്ളതാണ്. സോ ക്ലിയർ വിത്ത് ദി പോയിന്റ് ലേബർ വെൽഫെയർ ഓഫീസർ. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദി ടോപ്പിക്, how to avoid industrial disputes. So last few sections we are discussing the same topic, that is the following measures can be avoid industrial disputes. That is model standing order, code of industrial discipline, grievance procedure, collective bargaining, works committee, joint management council, suggestion scheme, joint consultative machinery, tripartite body and the labor welfare officer. So this is the end of this portion, and it is an important question, that is an important essay question for you in university exam. So prepare well, study well. Thank you.